വർഷങ്ങളോളം എല്ലാം സഹിച്ചു മിണ്ടാതിരുന്ന ആ പഴയ ഇന്ത്യ അല്ല ഇത്. വർത്തമാനം പറയുന്നതിന് മുൻപ് ബംഗ്ലാദേശ് ഇത് നന്നായി ഓർക്കണം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണല്ലോ. അടിക്കൊന്നും ഒരു മയവും കാണില്ല. ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലേറി വെറും 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ അതിർത്തിയിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള വേലി കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. കാലങ്ങളായി അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കള്ളക്കടത്തിന് നുഴഞ്ഞുകയറ്റത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടിട്ടാണ് സ്വന്തം മണ്ണിൽ ഇന്ത്യ ഈ സുരക്ഷാ മതിൽ പണിയുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കത്തിന് മുന്നിൽ കൊമ്പ് കോർക്കാൻ വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് സൈന്യം. കുച്ച് ബെഹാറിലെ തീൻ ബിഘ ഇടനാഴിക്ക് സമീപം ഇന്ത്യൻ മണ്ണിൽ ജോലി ചെയ്യുകയായിരുന്ന നമ്മുടെ BSF ജവാന്മാരെ തടയാൻ അവർ ധിക്കാരം കാണിച്ചു. ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടാൻ നോക്കിയ ബംഗ്ലാദേശിന് നേരെ ഇപ്പോൾ ബംഗാളിന്റെ സ്വന്തം പുലി സൂപ്പർ താരം മിഥുൻ ചക്രവർത്തി ഇടിമിന്നൽ പോലെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊട്ടു നോക്ക്, അനുഭവിച്ചറിയാം ഇന്ത്യ എന്താണെന്ന്. അതിർത്തി കടന്നുള്ള കശാപ്പ് മാഫിയയും വ്യാജ നോട്ടടിയും നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റവും കാരണം വർഷങ്ങളായി സമാധാനം നഷ്ടപ്പെട്ടവരാണ് ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർ. അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ BSF വേലി നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് അതിർത്തിയുമായി രംഗത്തെത്തിയത്. ഇത് ഇന്ത്യൻ മണ്ണാണ്, ഇവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ന്യൂഡൽഹിയാണ്, അല്ലാതെ ധാക്കയല്ല എന്ന് ബംഗ്ലാദേശ് ഓർക്കുന്നത് നന്നായിരിക്കും. സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. ഈ വിഷയത്തിലാണ് BJP നേതാവ് കൂടിയായിട്ടുള്ള മിഥുൻ ചക്രവർത്തി അതിശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചത്. കുച്ച് ബെഹാറിലെ ഒരു ക്യാൻസർ സെന്റർ സന്ദർശിക്കവേ അതിർത്തിയിലെ സംഘർഷത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കടുത്ത ദേഷ്യത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ദേഷ്യം കൊണ്ട് എന്റെ നാവിൽ നിന്ന് ചിലപ്പോൾ കടുത്ത വാക്കുകൾ വീണുപോയേക്കാം. പക്ഷെ ഒന്ന് പറയാം, BSFന്റെ ജോലി തടസ്സപ്പെടുത്താൻ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങളും അനുഭവിക്കാൻ അവർ തയ്യാറായിക്കൊള്ളണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരു കാലത്ത് അതിർത്തിയിൽ എന്ത് പ്രശ്നമുണ്ടായാലും നയതന്ത്ര ചർച്ചകളും സമാധാന ശ്രമങ്ങൾക്കും വേണ്ടി ഇന്ത്യ കാത്തു നിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള റിക്ഷാ തൊഴിലാളികളും ചെറുകിട വ്യാപാരികളും കർഷകരും ഇന്ന് സുരക്ഷിതരാണ്. കാരണം അവർക്ക് കാവലായി ശക്തമായ ഒരു നേതൃത്വവും ധീരരായിട്ടുള്ള സൈന്യവുമുണ്ട്. ഈ പുതിയ ആത്മവിശ്വാസമാണ് മിഥുൻ ചക്രവർത്തിയുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. ശത്രുരാജ്യം പ്രകോപനവുമായി വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന പഴയ ഇന്ത്യ അല്ല ഇത്. പ്രത്യാക്രമണം ഉറപ്പാണ് എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഇത് വെറും ഒരു വേലിയല്ല, അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണ കവചമാണ്. ഇന്ത്യ അതിന്റെ പരമാധികാരത്തിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യില്ല. തീ കൊണ്ട് തലചൊറിയാൻ നിൽക്കുന്ന ബംഗ്ലാദേശ് സൈന്യത്തോട് ഓരോ സാധാരണ ബംഗാളിയും പറയുന്നത് ഒന്ന് മാത്രം: ഇത് ഇന്ത്യയുടെ അതിർത്തിയാണ്, ഇവിടെ ഞങ്ങളുടെ നിയമങ്ങൾ മാത്രമാണ് നടപ്പിലാകുക. ധൈര്യമുണ്ടെങ്കിൽ തടഞ്ഞു നോക്ക്, കളി മാറും. അടി ഹോം ഡെലിവറിയായി വീട്ടുമുറ്റത്ത് തന്നെ വരും.